അത് തന്നെ ഇത്രയും കോടികൾ മുടക്കി ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി എത്ര പൈസയാണ് അതിനുവേണ്ടി ചെലവാക്കിയെന്ന് അറിയാം. ഇവിടുത്തെ സാധാരണക്കാര് ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവര്, BPL കഴിയുന്നവര്, വീടില്ലാത്തവര്, എത്രയോ മനുഷ്യർ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടോ ഈ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, ആത്മാഭിമാനം ഇല്ലാത്ത ഈ സിനിമയിലെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ പൈസ പൊടിച്ചു കളഞ്ഞതിലാണ് എനിക്ക് ഇപ്പൊ വിഷമം. കാരണം ഇവർക്ക് വേണ്ടിയൊന്നും ആരും സംസാരിക്കാൻ പോകരുത്. അതാണ് ഇവരുടെ മേഖല എല്ലാ കാലത്തും ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ അടിമത്തം അനുഭവിച്ച് ലൈംഗിക അടിമകളായി എങ്ങനെ ജീവിക്കാനേ ഇവർക്കൊക്കെ സാധിക്കത്തുള്ളൂ. പോക്സോ കേസ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോക്സോ കേസ്, ആ പോക്സോ കേസൊക്കെ ഇവർ അന്വേഷണ സംഘം എഴുതിത്തള്ളൂ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്രയും വൃത്തികെട്ട ഒരു ഏർപ്പാട് ഈ കേരള സംസ്ഥാനത്തെയും വരുന്ന തലമുറയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവര് സുഖമായിട്ട് ഇറങ്ങിപ്പോകുന്നു. 52ഓളം പേരുടെ മൊഴിയെടുത്ത ഒരു കമ്മിറ്റിയാണിത്. ആ കമ്മിറ്റി തന്നെ ഒരു ശരിയില്ല. കാരണം അത് തന്നെ ഒരു ഫ്രോഡാണ്. നമുക്കറിയാം, അവർ തന്നെ കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം പൂഴ്ത്തി വെച്ച് പൊതു ഫണ്ട് കൊണ്ട് മനുഷ്യരുടെ, ഇവിടുത്തെ സാധാരണക്കാരൻ, നമ്മളെല്ലാവരും ടാക്സ് അടയ്ക്കുന്ന പൈസ കൊണ്ടാണ് കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് എടുത്ത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ ഒരു കേസ് പോലും നിലനിർത്താനായിട്ട് സാധിക്കും. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, സിനിമാക്കാരുണ്ട്. അപ്പൊ ഇതിലൊരു ഗൂഢ സംഘമാണ്. രാഷ്ട്രീയ പാർട്ടികളും സിനിമയും പിന്നെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു ഗൂഢ സംഘം, സർക്കാരും അടങ്ങുന്ന ഒരു ഗൂഢ സംഘമാണ് ഇതിന്റെ പുറകില്. അവർ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെയും അവർ പുറത്തു വരാനായിട്ട് അവര് സമ്മതിക്കില്ല. അതങ്ങനെയാണത്. ഇവരൊക്കെ മുമ്പേ രക്ഷപ്പെട്ടു പോകുന്നുള്ളത് നമുക്കറിയാലോ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കുറച്ച് ആളുകൾക്ക് ആഘോഷിക്കാനുള്ള കാര്യമായി, അതായത് ഒരുപാട് പരാതികൾ വന്നിരുന്നു. അപ്പോൾ ആ പരാതികളൊക്കെ തന്നെ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്നെ ഉത്തരവാദിത്തമായിരുന്നു. ഈ പരാതികളൊക്കെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകി റീറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ആ കാര്യമാണ് ഇവിടെ അത് ചെയ്യാൻ പറ്റാതായത്. അതിനാൽ തന്നെയാണ് ഈ ആളുകൾ പരാതി പിൻവലിക്കാനൊക്കെ തന്നെ പോയത്. സർക്കാരിന്റെ അടിമകളായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥരും ഇവരെല്ലാം കൂടി പിന്നെ പരാതി അല്ലെങ്കിൽ പരാതി കൊടുത്തവരെ, പരാതി പറയുന്നവരെ പോലും അവർ തന്നെ പിന്തിരിപ്പിക്കും. പുറത്തുണ്ടെങ്കിലും പിന്തിരിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവർക്ക് നാണക്കേടുണ്ടാവും. എന്നിരുന്നാലും സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു ഒരു കാര്യമില്ലേ. എല്ലാവരും തന്നെ തൊഴിലെടുക്കുന്നവരാണ്. എന്റെ തൊഴിലെടുത്ത് ഞാൻ 10-50 പുരുഷന്മാരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ കോൺട്രാക്ടറാണ്. അപ്പൊ അത്രയും എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാം പുരുഷന്മാരാണ്. ഒരാൾ പോലും എന്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചിട്ടില്ല. ഇതേപോലെയാണ് എല്ലാ മേഖലയും. അപ്പൊ നമ്മൾ തൊഴിൽ എടുക്കുന്നിടത്ത് നമ്മൾ ആരെങ്കിലും സെക്ഷലി മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് വീണ്ടും തുടരുന്ന മനുഷ്യർ, ഇവർക്കൊക്കെ എന്ത് ആത്മാഭിമാന ബോധം. എന്നിട്ട് ഈ സിനിമാക്കാരൊക്കെയാണ് സർക്കാരിന്റെ മുഖമുദ്രയും സർക്കാരിന്റെ പ്രഥമ പൗരന്മാരും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ എന്തൊരു വൃത്തികെട്ട ഏർപ്പാട്. ഭയങ്കര ചീപ്പായിട്ട് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു സംഭവമേ ഇതുവരെ, ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു സംഭവം ഇത് ആദ്യമായിരിക്കും കേരള സർക്കാരിന്റെ മുമ്പിൽ. ഇനിയും ഇതിപ്പോൾ നമുക്കറിയാം, ഈ പരാതിക്കാരെ ഉറപ്പായിട്ടും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ എത്രത്തോളം പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല പരാതിക്കാരും രംഗത്തെത്തുമ്പോൾ അവരെ എത്രത്തോളം അപമാനിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ അവരെ അപമാനിക്കുന്ന ഒരു കാര്യം. അതെ, സിനിമാക്കാർക്ക് എല്ലാവർക്കും തന്നെ ഈ പേഴ്സണലായിട്ട് അവരെ PR വർക്ക് ചെയ്യുന്ന ഏജൻസികളെ, ഓൺലൈൻ വാർത്ത ചെയ്യുന്നവരെ, ഇവരെല്ലാം കൂട്ടുപിടിക്കും. ഇവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ അപമാനിക്കും. അത് ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയകളെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ഒരു സംവിധാനമില്ല. കുത്തഴിഞ്ഞ ഇതാണ്. മനുഷ്യരെ ടോർച്ചർ ചെയ്യുന്നതിലും എത്രയോ ആത്മഹത്യകൾ നടന്നിരിക്കുന്നു. ഒരു പരാതി കൊടുത്ത് എനിക്ക് തന്നെ അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്, പരാതി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ ഓൺലൈൻ മീഡിയകളെ വിലക്കെടുത്തുകൊണ്ട് ഇവരെ നമ്മളെ നാണം കെടുത്തിക്കളയും. പിന്നീട് നമുക്ക് ഉള്ള തൊഴിലെടുത്ത് പോലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ സിനിമാക്കാരുടെ അവരെ പിന്തുണയ്ക്കുന്ന, അവരുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട്, അവരെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഈ ഓൺലൈൻ മീഡിയകൾ ഇതിന്റെ ഒരു വലിയ ഭാഗമാണ്. പിന്നെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ സ്ത്രീകൾ പിന്തിരിയത്. എന്നാലും എത്ര തന്നെ ആയാലും ഒരു 10 പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഒരു 2-3 പെണ്ണുങ്ങൾ ഒരുമിച്ച് നിന്നാൽ തീരാവുന്ന വിഷയമാണ്. അതിന് ഈ ഹേമ കമ്മിറ്റിയുടെ സപ്പോർട്ടും വേണം, ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും വേണം. ആ ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇവർക്ക് അവിടെ കിട്ടിയിട്ടില്ല, സ്റ്റേറ്റിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഹേമ കമ്മിറ്റിയിലൊക്കെ വേറെ ഊളകളാണ്. നമ്മുടെ പൈസ കൊണ്ട് തിന്ന് കൊഴുത്ത് നടന്നതല്ലാതെ, ഹോട്ടൽ മുറികളിൽ റൂമും എടുത്ത്, പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ റൂം എടുത്ത് തിന്നു കൊഴുത്ത് നടന്നതല്ലാതെ ഈ ഹേമ കമ്മിറ്റിയിൽ ഇരിക്കുന്നവളുമാരെ കൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടോ? ഇങ്ങനത്തെ ഊളകളൊക്കെ പിടിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മുടെ പൈസ കളഞ്ഞു എന്നല്ലാതെ ഇതിനെ കൊണ്ട് എന്താണ് ഗുണം? ഇങ്ങനെ രക്ഷപ്പെടും. രാഷ്ട്രീയക്കാരും സിനിമക്കാരും എല്ലാ കാലത്തും ഇങ്ങനെ ഈ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് അവരെ ചെയ്യുന്ന ആൾക്കാരെ എല്ലാ കാലത്തും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഇന്നലെ അങ്ങനെ തന്നെയാണ്, നാളെയും അത് തന്നെയായിരിക്കും.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.